കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി. ഞാൻ ആൾക്കാരോട് ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ 500,000 വ്യൂസൊക്കെ ഉള്ള ആൾക്കാർ അതുപോലെ ചെയ്തു. എന്നിട്ട് അവർക്ക് ഉണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നോർമലി അവർക്ക് കിട്ടുന്ന 1000 വ്യൂസിൽ നിന്ന് 30,000 40,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. പലർക്ക് 50,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തതെന്നാണ് ഇന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ടാഗ് മാറ്റുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ChatGPT, ജെമിനി, ക്ലൗഡ്, ഇങ്ങനെ കുറേ LLM ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു AI മോഡൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മളിതിനെ ഒരു കൃത്യമായ ഒരു സ്ക്രിപ്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സ്ക്രിപ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ വീഡിയോക്ക് നല്ല എൻഗേജ്മെൻറ്റ്സ് വരികയും ആ എൻഗേജ്മെൻറ്റ്സിൽ എന്ത് ചെയ്യും, ചാനൽ റീച്ച് ആവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ നീ ആദ്യം പോയിട്ട് റീച്ച് ആക്കിയിട്ട് വാടാ എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ കാര്യം വിട്ടേക്ക്. നിങ്ങൾ ആദ്യം ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആവുമെന്ന് നോക്ക്. എൻ്റെ കാര്യം നിങ്ങൾ വിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വഴിക്ക് സക്സസ് ആയിട്ട് വന്നോളാം. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയ ആളുകളുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യുക. കളത്തരൊന്നും പറയണ്ട, ജെന്യൂനായിട്ട് ഉള്ളത് പറയാം. മറ്റുള്ളവരെ നമ്മൾ മിസ്ലീഡ് ചെയ്യരുത്. വീഡിയോസിൽ പലർക്കും എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ഒന്നും ഉണ്ടാവില്ല. ഇതെന്താ പറയേണ്ടതെന്നൊരു രൂപം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. എപ്പോഴും വീഡിയോൻ്റെ ആദ്യത്തെ 30 സെക്കൻഡ്, 30 സെക്കൻഡ്, അത് കുറച്ചുകൂടി കുറഞ്ഞിട്ട് 18 സെക്കൻഡ് വരെയൊക്കെ ആയെന്ന് പറയുന്നു. എന്നാലും 30 സെക്കൻഡാണ് ലോങ് വീഡിയോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈം. ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ ആദ്യത്തെ 3 സെക്കൻഡ്, 3 സെക്കൻഡ്, ഇതിനുള്ളിൽ നമ്മൾ ഒരു ഹൂക്ക് കൊണ്ടുവരണം. അത് ഹൂക്ക് നമ്മൾ ആളുകൾ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഡയലോഗ്സോ വിഷ്വൽസോ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഹൂക്ക് കഴിഞ്ഞാൽ പിന്നെ ബോഡി, പിന്നെ CTA, ഇങ്ങനെ കുറച്ച് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിങ്ങനെ കാണാപ്പാടം പഠിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 30 സെക്കൻഡ് മുതലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ChatGPT, ക്ലൗഡോ, ജെമിനിയോ ഏതെങ്കിലും ഒരു ടൂള് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏകദേശം ഒരു രൂപം മലയാളത്തിൽ കൊടുത്താൽ മതി. അതായത് ഇതിന് കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ മലയാളത്തിൽ കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് മലയാളത്തിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇതിപ്പോൾ ChatGPT-ലാണ് ചെയ്യുന്നത്. ChatGPT ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൽ വോയിസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത്, എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം. വീഡിയോ സ്ക്രിപ്റ്റ്, യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ ഒരു വീഡിയോയുടെ തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് വേണം ടൈപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എന്ത് വേണം ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ ആക്ട് ആസ് യൂട്യൂബ് എക്സ്പേർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റിംഗ് എക്സ്പേർട്ടായിട്ട് എനിക്ക് തരണം. സ്ക്രിപ്റ്റിംഗ് എക്സ്പേർട്ടായിട്ട് തയ്യാറാക്കണം. ഓക്കെ, അത് ഇനി കുറച്ച് ഡിമാൻഡ്സ് നമുക്ക് പറയാം. അതായത് അതിൽ ആദ്യത്തെ 50 to 30 സെക്കൻഡിനുള്ളിൽ ഹൂക്ക് വേണം പറയാം. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ എത്രയാണ് ടൈം, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് നിർത്തിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് പരിപാടികൾ വേണം. അപ്പോൾ വീഡിയോ
വ്യൂവേഴ്സിനെ ചിലത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ടേ, എല്ലാം കിട്ടൂല. വ്യൂവേഴ്സിനെ പറ്റുന്ന രീതിയിൽ വേണം. ലാസ്റ്റ് ഭാഗം CTA വേണമെന്ന് പറയാം. കോൾ ടു ആക്ഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മൾ സ്ക്രിപ്റ്റ് നൽകിയ ശേഷമാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് നൽകിയ ശേഷം സ്ക്രിപ്റ്റ് എന്ന് പറയേണ്ട, ഞാൻ ഡീറ്റെയിൽസ് നൽകിയ ശേഷമോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ടന്റ് നൽകിയ ശേഷം എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ഞാൻ എൻ്റെതായ രൂപത്തിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൽ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് തരിക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ എത്ര സെക്കൻഡ് വീഡിയോ ആണ് എല്ലാം നമുക്ക് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ചാനലിൻ്റെ സ്റ്റൈൽ എന്താണ്, പ്രധാന പോയിന്റ് എന്താണ്, പ്യുവർ മലയാളമാണോ ഇംഗ്ലീഷ് മിക്സ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ യൂട്യൂബ് തമ്പനയിൽ എങ്ങനെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ വീഡിയോ 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ എഡ്യൂക്കേഷൻ സ്റ്റൈലാണെന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈൽ ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും ഇതേപോലെ സ്റ്റൈലൊന്നും ചോദിച്ചോളണമെന്നില്ല കേട്ടോ. അപ്പം എങ്ങനെയാണ് വരുന്നത് അതുപോലെ CTA സബ്സ്ക്രൈബ് ഇത്തിരി കൊടുത്തത് നമുക്ക് എന്താ റിസൾട്ട് വരുന്നു നോക്കാം. ഇതാ കണ്ടോ, റിസൾട്ട് വന്നിട്ടുണ്ടോ. തമ്പനയിൽ എങ്ങനെ ഇപ്പം നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്താൽ ഈ തെറ്റ് കാരണം വീഡിയോ 100 വ്യൂസ് പോലും കിട്ടാതെ പോകാം. അതാണ് ഇതിൻ്റെ ഹൂക്ക്. ഈ തെറ്റ് വീഡിയോയുടെ കണ്ടന്റിലല്ല തമ്പനയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ആ ആളുകളെ തമ്മിൽ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടിപ്സ് ചാനലായതുകൊണ്ട് എൻ്റെ രൂപത്തിലാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് ആയാലും നിങ്ങൾ ഏത് ടോപ്പിക് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ ഇത് മൊത്തത്തിൽ നിങ്ങളിപ്പോൾ 10 സെക്കൻഡ് കൊടുക്കല്ല 10 മിനിറ്റ് കൊടുത്തോണ്ടാട്ടോ ഇങ്ങനെ വന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ സംഭവങ്ങൾ മൊത്തം വായിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഏതിലും ചെയ്യാം. അതായത് ജെമിനിയിൽ ചെയ്യാം, ക്ലൗഡ് ചെയ്യാം, ChatGPTയിൽ ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഏറെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പോലെ എനിക്കൊരു വീഡിയോ സ്ക്രിപ്റ്റ് വേണം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കട്ടെ. 15-30 സെക്കൻഡിനുള്ളിൽ ഹൂക്ക് വേണം. വീഡിയോ ടൈം അനുസരിച്ചിട്ട് വ്യൂസ് എൻഗേജ് ചെയ്ത് നിർത്തിക്കണം. പിന്നെ CTA വേണം. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോസ് ഇനി ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതുപോലെ ചെയ്യാം. ചില വീഡിയോസ് നമുക്ക് സ്ക്രിപ്റ്റിംഗ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സ്ക്രിപ്റ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അതിന് സ്ക്രിപ്റ്റ് വേണമെന്നൊരു നിർബന്ധമില്ല. ബാക്കി എല്ലാത്തിനും സ്ക്രിപ്റ്റോട് കൂടി ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതെന്താണോ അത് അങ്ങനെ തന്നെ പറയണം എന്നല്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മൾ പറയേണ്ടത്, ഇതാണ് സംഭവം. അതിന് നിങ്ങളുടെ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് കഥകൾ ആഡ് ചെയ്യാം, ഞാൻ പറയുന്ന പോലെ സ്റ്റോറീസ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എക്സാക്റ്റ് അതേപോലെ പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര റോബോട്ടിക് ആയിട്ടായിരിക്കും ആ ടോണ് വരിക. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രൂപത്തിലേക്ക്
മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്ത് നോക്ക്. എന്നിട്ട് ആ വീഡിയോ റീച്ച് ആവുമല്ലോ എന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും സാധാരണ നിങ്ങൾ ചെയ്യുന്ന വീഡിയോനേക്കാളും റീച്ച് ഇതിന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിത് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളെ വീഡിയോ റീച്ചായി നല്ല പോലെ റീച്ചായിട്ട് വരും. കാരണം ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചാനലിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വർക്കിംഗ് ആണ്, ഞാൻ ചെയ്തതാണ്, എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അവർക്കൊക്കെ സക്സസ് ആയതാണ്. റീസെൻ്റ്ലി എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ എടുത്ത് നോക്കിയാൽ കുറച്ച് 2000 വ്യൂസിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് കൂടിയിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേ മെത്തേഡാണ്. പക്ഷേ എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ വേറെ ഉണ്ട് കേട്ടോ. ഉള്ളത് ജെന്യൂനായിട്ട് പറയാമല്ലോ, വേറെ തന്നെ ഒരു പാറ്റേണാണ് ചെയ്യുന്നത്. അത് ഞാൻ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവർക്ക് വിഷമം, അവരിങ്ങനെ കോഴ്സിനൊക്കെ ചേർന്ന് പഠിച്ച കാര്യം സാറ് എല്ലാം ഫ്രീ കൊടുക്കുന്നു എന്നാണ് വല്ലകിലേ പരാതി. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടത് ഉറപ്പായിട്ടും ഇതെന്ന് കിട്ടും, ഷുവറാണ്, ഡോണ്ട് വറി. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സക്സസ് മന്ത്ര എന്നാണ് എൻ്റെ പ്രീവിയസ് ഗ്രൂപ്പിൻ്റെ പേര്. അതേ ഗ്രൂപ്പിൻ്റെ പേര്, അതേ പേരിൽ തന്നെ സക്സസ് മന്ത്ര മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ലോഞ്ചാവും. ലോഞ്ചിങ് സമയത്ത് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഫറൊക്കെ ഞാൻ തരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് തരാം. അതിലൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ കയറുന്ന സമയത്ത് അതിൻ്റേതായ ഒരു പോസിറ്റീവ് വൈബൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.